ഷീജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കമന്റ് ബോക്സിൽ വന്ന് ഒരു സംഘി ദിവസവും തെറി വിളിക്കും. അവന് ഈ സ്ത്രീയെ കൊണ്ട് ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒരു ഉപദ്രവവും ഈ സ്ത്രീയെ കൊണ്ട് ഇവന് ഇല്ല. ഇവൻ ദിവസവും വന്ന് തെറി വിളിക്കാനുള്ള കാരണം ഇവൾ ഒരു മുസ്ലിം ആയിരിക്കും എന്ന് കരുതിയാണ്. ആലപ്പുഴ ജില്ലയിലെ മണ്ണാഞ്ചേരിക്കടുത്ത് മുഹമ്മ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്നാൽ ഷീജ എന്ന് പറയുന്ന ഈ സ്ത്രീ പേരിന് കൂടെ മുഹമ്മ എന്ന് വെച്ചു. അങ്ങനെ ഷീജ മുഹമ്മ എന്ന് വെച്ചപ്പോൾ ഈ സംഘിയുടെ വിചാരം ഇവൾ ഒരു മുസ്ലിമാണ് എന്ന് കരുതി ദിവസവും കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുമായിരുന്നു. ഷീജ എന്ന് പറയുന്ന ഈ സ്ത്രീയെ കൊണ്ട് ഈ സംഘിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവൾ ഒരു മുസ്ലിമാണ് എന്ന് കരുതിയാണ് ഇവൻ ദിവസവും വന്ന് കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നത്. ഒരു ഉപദ്രവവും ഇല്ലാത്ത ആളുടെ കമന്റ് ബോക്സിൽ വന്ന് ഒരു മുസ്ലിമാണെന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ ഷീജ എന്ന് പറയുന്ന ഈ സഹോദരി പറയുന്നുണ്ട്, എനിക്ക് വിഷമമുണ്ടായപ്പോൾ സഹായിച്ചത്, എനിക്ക് കഞ്ഞി വെക്കാൻ അരിയില്ലാതെ ആയപ്പോൾ അരി കൊണ്ടുവന്നു തന്നത് ഒരു മുസ്ലിം കുടുംബമായിരുന്നു എന്ന് ആ ഷീജ എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പിന്നെ എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഷീജ ഏത് ജാതിയാണ് എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു മനുഷ്യജാതിയാണ്, എനിക്ക് ജാതി മതമൊന്നുമില്ല. അല്ല, ഷീജ എന്നുള്ളത് മുസ്ലിം പേര്, പിന്നെ ദൂരെയുള്ളവർക്ക് അറിയില്ലല്ലോ, മുഹമ്മദ് എന്നൊരു സ്ഥലപ്പേരാണ്. അപ്പോ മുഹമ്മദ് എന്ന് കണ്ടത് കൊണ്ട് ഈ ആലപ്പുഴയുടെ പണി മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം, ഈ മണ്ണഞ്ചേരിക്ക് അപ്പുറമാണ് ഈ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ആ സ്ത്രീ ഷീജ എന്നാണ് അവരുടെ പേര്. ആ പേരിന്റെ ഇപ്പൊ ഷീജ മുഹമ്മ എന്ന് കണ്ടു. മുഹമ്മ, ഷീജ മുഹമ്മ സ്ഥലപ്പേരാണത്. അപ്പൊ ഈ സംഘി വിചാരിച്ചെന്താ അറിയാം, ഷീജ മുഹമ്മദ് ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ കമന്റ് ബോക്സിലല്ലാതെ സ്ഥിരം പോയി അങ്ങ് തെറി പറയും. ആ സ്ത്രീ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവരെ ഉപദ്രവിച്ചിട്ടില്ല, ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ ഷീജ മുഹമ്മ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സംഘപരിവാറുകാരന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഇവൻ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷിക്കാൻ പറ്റുമെനിക്ക്, ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുമെനിക്ക്. ഷീജ മുഹമ്മ എന്ന പേര് കണ്ടപ്പോഴേക്കും അവനിക്ക് അവരോട് വെറുപ്പായി പോയി. അവൻ ആ സ്ത്രീ ഇന്ന് വരെ അവനെ ഉപദ്രവിച്ചിട്ടില്ലാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയോട് അവനിക്ക് വിരോധം തോന്നുകയാണ്. എന്താ? ഷീജ മുഹമ്മ എന്ന് കണ്ടപ്പോ. ഞാൻ വിചാരിച്ചു ഷീജ ഒരു മുസ്ലിം ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഷീജയുടെ എല്ലാ പോസ്റ്റിന് താഴെയും ഞാൻ നെഗറ്റീവ് കമന്റ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ അച്ഛന് ബലിയിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പുള്ളിക്കൊരു 70 വയസ്സിനോടടുത്തുണ്ട്. അപ്പൊ ഞാൻ പറയുവാണ്, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഏത് ആപത്ത് ഘട്ടത്തിലും എന്നെ സഹായിച്ചതും എന്നെ ചേർത്ത് നിർത്തിയതും, കഞ്ഞി വെക്കാതിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് അരിയും അതിന്റെ സാധനങ്ങളും കൊണ്ട് തന്ന് എന്നെ ചേർത്ത് പിടിച്ചത് എനിക്ക് ഒരു മുസ്ലിം കുടുംബമാണ്. അതൊക്കെ പിന്നെ നമ്മൾ ഒന്നല്ലേ സഹോദരി, നമുക്കങ്ങനെ ജാതി മതമൊക്കെ നോക്കിയിട്ടാണ് നമ്മള് മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. ഇപ്പം സഹോദരി പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയിലുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയുണ്ട്, ഞങ്ങളുടെയൊക്കെ സ്വന്തം. ആ ചേച്ചിയുടെ വാക്കുകൂടെ കേൾക്കാം ഈ അവസരത്തിൽ. ഓപ്പറേഷൻ നടത്താൻ ഭയങ്കര പൈസ ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. അന്നൊന്നും ആരും സഹായിക്കാനില്ല, സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവര് സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങളുടെ ഹിന്ദുസ് ഒന്നും ഒരു ഞാൻ പറയുന്നതിൽ കൂടെ ഇസ്ലാത്തിന്റെ സഹായം ചെയ്തില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസും ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് നോക്കും. മുസ്ലിംസിലേക്ക് ഒത്തിരി എന്റെ സെക്രട്ടറി ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് പറ്റിയിരിക്കുന്ന പൈസ പോലും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് എന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റില്ലല്ലോ. സക്കറിയ ബസാർ എന്ന് പറയുന്നത് നമ്മുടെ നാടാണ് ആലപ്പുഴയുടെ നഗരവീതിയിലുള്ള സ്ഥലത്തിന്റെ പേരാണ് സക്കറിയ ബസാർ. കൂടുതൽ മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ജീവിച്ച ഒരു സഹോദരിയുടെ വാക്കാണ് കമന്റിട്ട് വിദ്വേഷിക്കും ഇതുപോലെ അറിയാവാ.
ആലപ്പുഴ എന്ന് പറഞ്ഞ മറ്റു നാടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് ആലപ്പുഴ നഗരത്തിൽ തിങ്ങിപ്പാർക്കുന്നതാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വെക്കുന്ന അങ്ങോട്ട് കൊടുക്കും. രാവിലെ തന്നെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ മതിലപ്പുറത്തേക്ക് അവിടെ പ്രായമുള്ള ചേച്ചിമാരുണ്ടെങ്കിൽ ചേച്ചി ചായ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും. അവർ ഇങ്ങോട്ട് ഭക്ഷണം തരും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ആലപ്പുഴക്കാർ. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ, മലപ്പുറമൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ വന്നിട്ട് ജാതി മതമൊക്കെ പറഞ്ഞ് അവരെ ചീത്ത വിളിച്ച് വേർതിരിച്ച് കാണാൻ തരുത്. പറയുന്നവന്റെ കീച്ചാപ്പൊക്കെ ഒരു വിളിയും ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. കാരണം ഞങ്ങളൊക്കെ ഒരുപോലെ ഇവിടെ ജാതി മതത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർന്ന് പോകുന്ന ആളുകൾ അവിടെ. എല്ലാവർക്കും അവരുടെ വിശ്വാസമുണ്ട്. പരസ്പരം ബഹുമാനിച്ചു പോകുന്നതാണ്, പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും പോകുന്നതാണ്.